കർത്താവിൽ ഏവർക്കും സ്നേഹമെന്ന്. പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. Lent is a spiritual journey and its destination is the feast of feast, that is Easter. പെരുന്നാളുകളുടെ പെരുന്നാളായ ഉയർപ്പ് പെരുന്നാളിലേക്കുള്ള ഒരു ആത്മീയ യാത്ര. ഈ യാത്രയാകുന്ന നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷകളുടെ കഥ പറയുന്ന അനുഭവമാകണം ഈ നോമ്പ്. ശിഷ്യ സമൂഹവും യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരും പലതും ഉപേക്ഷിക്കുന്ന ചിത്രം നമുക്ക് കാണാം. ഈ നോമ്പിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം. ദൈവം ചോദിക്കുന്ന ചോദ്യം: എൻ്റെ ഒപ്പം യാത്ര ചെയ്യുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? തമ്പുരാനോടൊപ്പം യാത്ര ചെയ്ത് ഉദ്ധാനത്തിലെത്തുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, നോമ്പ് മാറ്റങ്ങളുടെ ഉത്സവമാണ്. ഭക്ഷണം, ജീവിതചര്യ, സംസാരം, ശീലങ്ങൾ, ആരാധന ജീവിതത്തിൻ്റെ മാറ്റം ഒക്കെ ഈ നോമ്പുകാലങ്ങളിൽ ഉണ്ടാകണം. വർജനവും വിശുദ്ധമായ അകലം പാലിക്കലും ഈ കാലത്തിൻ്റെ സവിശേഷതയാണ്. ഭക്ഷണം വെടിയുന്നത് ഒരു ചെറിയ കാര്യമല്ല. രുചികളോട് അകലം പാലിക്കുന്ന ഉൾക്കരുത്തു വേണം അതിന്. അമിത ഭാഷണങ്ങൾക്കും ശബ്ദ കോലാഹലങ്ങൾക്കും കൂടി നോമ്പ് പ്രഖ്യാപിക്കുവാൻ സാധിക്കണം. ഏറെ പറയാൻ ഇഷ്ടമുള്ള നമുക്ക് കേൾപ്പാൻ അല്പം മുമ്പോട്ട് വഴങ്ങിയിരിക്കുവാൻ സാധിക്കട്ടെ. മൗനത്തെ വീണ്ടുപിടിക്കാൻ ഒരു ഭേദഗതി ഉണ്ടാകണം ഈ നോമ്പിൽ. ആത്മാവിനെ സ്പർശിക്കണമെങ്കിൽ നമുക്ക് മൗനം കൂടിയേ തീരൂ എന്ന് മദർ തെരേസ ഓർപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പ് ഇറ്റ്സ് എ ടൈം ഓഫ് ഗ്രേസ്, കൃപകളുടെ കാലമാകട്ടെ. ഈ നോമ്പ് ഇറ്റ്സ് എ ടൈം ഓഫ് റിപ്പൻഡൻസ്, പശ്ചാത്താപത്തിൻ്റെ കാലമാകട്ടെ. ഈ നോമ്പ് ഇറ്റ്സ് എ ടൈം ഓഫ് കൺവേർഷൻ, മാറ്റങ്ങളുടെ കാലമാകട്ടെ. ഈ നോമ്പ് ഇറ്റ്സ് എ ടൈം ഓഫ് ഹീലിംഗ്, മുറിവുകൾ ഉണക്കുന്ന കാലമാകട്ടെ. ഈ നോമ്പ് ഇറ്റ്സ് എ ടൈം ഓഫ് വേരിഫിക്കേഷൻ, ഒരു സ്വയം പരിശോധനയുടെ കാലമായി തീരട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, സന്തോഷിച്ച്.